ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറയും, അതായത് ഡിഫോൾട്ട് ബെയിൽ എന്നും ഇതിനെ പറയും. കാരണം 90 ദിവസത്തിനുള്ളിൽ ഈ രീതിയിലുള്ള ഒരു കേസിൽ അന്വേഷണം നടത്തി ചാർജ് ഹാജരാകാത്ത അവസ്ഥയിൽ കോടതി തന്നെ നിയമപരമായത് റൈറ്റാണ്, പ്രതിയുടെ റൈറ്റാണ്. അതിലൂടെയാണ് ഇപ്പൊ അവർ ജാമ്യത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കേസിൽ അയാൾക്ക് ജാമ്യം കിട്ടി. അതായത് ദ്വാരപാല കേസിൽ അയാൾക്ക് ജാമ്യം വ്യവസ്ഥകളോടെ ലഭിച്ചു കഴിഞ്ഞു. അതായത് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, കേരളം വിട്ടു പോകരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, പിന്നെ തെളിവുകൾ നശിപ്പിക്കരുത് എന്നുള്ള സാധാരണ നിലയിലുള്ള ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ജാമ്യം കിട്ടി. മറ്റേ കട്ടിലപ്പാളി കേസിൽ ഇപ്പൊ ജാമ്യം അയാൾക്ക് ലഭിക്കാൻ പോവുകയാണ്. കാരണം അത് അന്വേഷണ സംഘം അല്ലെങ്കിൽ SIT ഇത് കുറച്ചുകൂടെ മുന്നേ ഇത് ഒരു ദൂരക്കാഴ്ചയോടുകൂടി തന്നെ നോക്കേണ്ടതായിരുന്നു. കാരണം അവരുടെ ഒരു ദീർഘവീക്ഷണത്തിന്റെ കുറവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനകത്തൊരു പ്രാഥമികമായ കുറ്റപത്രം സമർപ്പിച്ചായിരുന്നുവെങ്കിൽ ഇവർ ജാമ്യത്തിൽ പോകാതിരിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. കാരണം ഇതിനകത്ത് റിക്കവർ ചെയ്ത സ്വർണം, കിലോ കണക്കിന് സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള ആരോപണം നിലനിൽക്കെ ഇതിൽ വെറും 500 ഗ്രാമിനടുത്തുള്ള ഒരു സ്വർണമാണ് അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ഈ കേസിലേക്ക് ഒരു ഡസനോളം പ്രതികളെ അറസ്റ്റ് ചെയ്തു. അതില് യഥാർത്ഥത്തില് ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരോ അല്ലെ ഉദ്യോഗസ്ഥരോ ആയിട്ടുള്ളവരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാര് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് അല്ലെങ്കിൽ കരാറ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റുമൊക്കെയാണ് ഇതിലെ പ്രതികൾ. കാരണം ഇതിനകത്ത് മറ്റൊരു തടസ്സം എന്ന് പറയുന്നത് ഇത് വിജിലൻസ് കോടതിയിലാണ് ഇതിന്റെ കേസ് വന്നിരിക്കുന്നത്. ആദ്യം ഒരു സ്വർണ്ണ അപകടനം അല്ലെ മിസ്സിങ് എന്നുള്ള നിലയിൽ എടുത്തു വന്ന കേസിലേക്ക് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡിന്റെ തന്നെ ഒരു സിസ്റ്റമിക് കറപ്ഷൻ എന്ന് തന്നെ പറയാം, അതായത് സംവിധാനത്തിന്റെ സമ്പൂർണമായിട്ടുള്ള അഴിമതി അതിലാണ് നടന്നിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുമ്പോൾ ഇതിൽ ഗവൺമെന്റിന് സാങ്ഷൻ ആവശ്യമുണ്ട്. PC ആക്ട്, അതായത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ ഒരു വ്യവസ്ഥകൾ പ്രകാരം ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വല്ല PC ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം. ഇതൊക്കെ നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യമേ തന്നെ ഒന്ന് കണക്ക് കൂട്ടേണ്ടതാണ്. ഒരു 60 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തീകരിച്ച് ആ സാങ്ഷനും വന്നെങ്കിൽ മാത്രമേ ഇതിൽ ചാർജ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇതില് VSSയിൽ വിട്ട് സ്വർണത്തിന്റെ നില അല്ലെങ്കിൽ സ്വർണത്തിന്റെ ക്വാളിറ്റിയും മറ്റുമൊക്കെ അല്ലെ വർഷത്തിന്റെ പഴക്കവും മറ്റുമൊക്കെ അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് കിട്ടുകയും ചെയ്തു. ആ നിലയ്ക്ക് പ്രാഥമികമായിട്ടൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഫൈനൽ റിപ്പോർട്ട്, അതായത് കുറ്റപത്രം കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതില് ഈ പറഞ്ഞതുപോലെ ഇനിയുള്ള അന്വേഷണത്തിനെ ഇത് പ്രതികൂലമായി ബാധിക്കും. ഈ പ്രതികൾ ആരും ശക്തിയില്ലാത്തവരല്ല അല്ലെങ്കിൽ സ്വാധീനമില്ലാത്തവരല്ല. അവർ പുറത്തിറങ്ങിയാൽ തുടർന്ന് ഏതെങ്കിലും രീതിയിൽ അന്വേഷണം ഉണ്ടെന്നുള്ളത് അറിയില്ല. ഉണ്ടെങ്കിൽ അതിനെ സ്വാധീനിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ പുറത്തിറങ്ങിയ ആൾക്കാര്. അപ്പം അന്വേഷണം ജനങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ വിശ്വസിച്ച രീതിയിലുള്ള ഒരു അന്വേഷണം, പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു അന്വേഷണം അന്വേഷണ സംഘത്തിൽ നിന്ന് ഉണ്ടായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. കാരണം ഇത് കേസിന്റെ അന്വേഷണത്തിൽ സങ്കീർണതകൾ ഒരുപാടുണ്ട്. കാരണം ഇത് വളരെ വിപുലമായിട്ടുള്ള രീതിയിലുള്ള ഒരു കേസാണ്. കാരണം ആദ്യം ഇതൊരു സ്വർണം മിസ്സിംഗ് പോലെ വന്നു, അതിനുശേഷം മോഷണമായി, അത് കഴിഞ്ഞ അഴിമതി പ്രിവെൻഷൻ ഓഫ് കറപ്ഷനായി, പിന്നെ അതിനുശേഷം കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള EDയും ഒക്കെ വന്ന് കള്ളപ്പണത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അപ്പൊ SITയുടെ അന്വേഷണം മോശമാണോ അല്ലെങ്കിൽ അവര് ചെയ്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ കുറച്ചുകൂടെ ഒരു ഉൾക്കാഴ്ച ഇതിനകത്ത് വേണ്ടിയിരുന്നു. കുറച്ചുകൂടെ ഈ പ്രതികൾക്ക് അനുകൂലമായ ഒരു നിലപാടോ അല്ലെങ്കിൽ പ്രതികൾക്ക് സൗകര്യമാകുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഇതിപ്പോൾ എല്ലാവരും സ്വാഭാവിക ജാമ്യത്തോടെ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരും അത്ര നിസ്സാരക്കാരല്ല എന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം എല്ലാവരും തലപ്പത്തിരിക്കുന്നവരാണ്, അത്രത്തോളം ബന്ധങ്ങളും അവർക്കുണ്ടാകും എന്നുള്ളതും ഉറപ്പ് തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു ക്രൈം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കൊള്ള അത് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഉണ്ടായിരുന്നവരൊന്നും മുന്നിൽ കൊണ്ടുവരാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വലിയൊരു വീഴ്ച തന്നെയാണ്. കാരണം ആദ്യ സമയങ്ങളിൽ തന്നെ ചെറിയ അല്ലെങ്കിൽ മെല്ലെയാണ് ഈ ഒരു അന്വേഷണമൊക്കെ പോയിരുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടിരുന്നതാണ്. ഇപ്പോഴും SITക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതേസമയം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടലുണ്ട് ഈ ഒരു അന്വേഷണത്തിൽ എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയരുകയാണ്. അല്ല, ഇത് രാഷ്ട്രീയമായ ആരോപണങ്ങളെക്കാൾ ഉപരി
അന്വേഷണ സംഘം ഇത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. കാരണം ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലോ അല്ലെങ്കിൽ നിരീക്ഷണത്തിലോ നടക്കുന്ന ഒരു അന്വേഷണമാണ്. അന്വേഷണ ഏജൻസിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യവും എല്ലാ രീതിയിലുള്ള നിർദ്ദേശങ്ങളും കൊടുത്തു കൊണ്ടുപോകുന്ന ഒരു അന്വേഷണമാണ്. അപ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അന്വേഷണത്തിൽ ഏതെങ്കിലും രീതിയിൽ പോരായ്മകൾ വരുത്തേണ്ടതോ അല്ലെങ്കിൽ അതിൽ ആ രീതിയിലേക്ക് പോകേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ ആ ഒരു അവരാണ് തീരുമാനിക്കേണ്ടത് അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത്. പക്ഷേ ജാമ്യത്തിൽ വിടാതിരിക്കേണ്ട എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി നമ്മൾ പ്രകടിപ്പിക്കുന്നതിന് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം അത് ആ രീതിയിലാണ്. ഇപ്പൊ എല്ലാവരും ജയിലിൽ തന്നെ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നതും ശരിയല്ല. പക്ഷേ ഒരു കേസിന്റെ അന്വേഷണത്തില് ഇത്രമാത്രം വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വിഷമങ്ങൾ മനുഷ്യർക്കും വിശ്വാസികൾക്കും ഒക്കെ ഉണ്ടാക്കിയ ഒരു സംഭവത്തില് അതിലെ ഒരു നിസ്സാരമായ രീതിയിൽ അവർ ജാമ്യത്തിൽ പോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആനുകൂല്യം അവർക്ക് കിട്ടുന്നു എന്നുള്ളത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്നെയാണ്. തീർച്ചയായും ഒരു സംശയം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ നമുക്കറിയാം പ്രധാന പ്രതികളായിട്ടുള്ളവരൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അന്വേഷണം SIT മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും അത് എത്രത്തോളം വെല്ലുവിളിയായിരിക്കും ഈ ഒരു SITക്ക്? കാരണം ഇനിയുള്ള അന്വേഷണം മുന്നോട്ട് അല്ല, ഇനിയുള്ള അന്വേഷണത്തില് ഇതിൽ സാക്ഷികളെ പലരെയും കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ട്. അന്വേഷണം ഏതായാലും ആദ്യഘട്ടത്തില് ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള ഒരു പരിധിവരെ SITയുടെ അന്വേഷണത്തിൽ ഇനി മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ഒരു അറിവോ ധാരണയോ നമുക്ക് എത്തുന്നില്ല. അത് കോടതി മാത്രമാണ് അതിലേക്ക് കടന്നിട്ട് ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് പറയേണ്ടതിരിക്കുന്നത്. കാരണം ആദ്യം വന്നതിൽ നിന്ന് ഇപ്പം അന്വേഷണത്തിന്റെ ഒരു ഘട്ടം അല്ലെങ്കിൽ അതിന്റെ ഏകദേശം ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നു. ഇനിയിപ്പോ ഈ നഷ്ടപ്പെട്ടു പോയ കിലോ കണക്കിനുള്ള സ്വർണം റിക്കവർ ചെയ്യണം. ഇതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ കാശിന്റെ വിനിമയം ഏതൊക്കെ രീതിയിൽ നടന്നിരിക്കുന്നു എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച് അവര് കോടതിയിൽ കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിനുള്ള ഉത്തരങ്ങളും അവർ പറയുന്നുണ്ടാവും. നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ അന്വേഷണത്തിൽ പ്രതികൾ പുറത്തിറങ്ങി സ്വതന്ത്രരായി നടന്നു കഴിഞ്ഞാൽ തുടർന്നുള്ള അന്വേഷണത്തിൽ അവർക്ക് ശക്തമായ രീതിയിൽ സാക്ഷികളെയോ അല്ലെങ്കിൽ തെളിവുകളെയോ ഒക്കെ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഇതിനകത്ത് സംജാതമാകുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.